ഓക്കെ, ഹലോ എവരിവൺ. നമുക്ക് എന്ത് ചെയ്യാം? MMBC 9 നോക്കാം. MMBC 9 ബ്ലോക്ക് 1 ആണ്. MMBC 9 അറിയാലോ, മാനേജ്മെൻറ്റ് ഓഫ് മെഷീൻസ് ആൻഡ് മെറ്റീരിയൽ, MMM. അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്തുള്ള മെഷീൻസിനെയും ബാക്കി വസ്തുക്കളെയും മാനേജ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിലെങ്ങനെ മാനേജ്മെൻറ്റ്, അല്ലാതെ ഹ്യൂമൻ റിസോഴ്സ് പോലത്തെ സാധനങ്ങളിലേക്കല്ല, മെന്നിലേക്കല്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ, മെന്നും മണിയും ഉണ്ട്. മെന്നിൻ്റെ അകത്ത് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് പഠിക്കും. മണി എന്ന് പറയുന്ന സാധനം ഇവിടെ പഠിക്കും, ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് അത് പഠിക്കും. അത് രണ്ടും അല്ലാതെയുള്ള വേറെ 2 എമ്മുകളാണ് മെഷീൻസും മെറ്റീരിയൽസും. ഇവരെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ ഇത് പറയുന്നു ഓപ്പറേഷണൽ മാനേജ്മെൻറ്റിനെ കുറിച്ചൊരു ഓവർവ്യൂ ഉണ്ട്. എങ്ങനെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യണം, എങ്ങനെ പ്രോസസ്സ് സെലക്ട് ചെയ്യണം എന്നുള്ളത്, എങ്ങനെ ഫെസിലിറ്റി ലൊക്കേഷൻ നമ്മുടെ പ്ലാന്റൊക്കെ എവിടെ വയ്ക്കണം എന്നുള്ളതിനെ എങ്ങനെ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ലേ ഔട്ട് വരയ്ക്കുന്നതും അതിൻ്റെ ലേ ഔട്ടിൻ്റെ അകത്ത് മെറ്റീരിയൽസ് വയ്ക്കുന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ അടുത്ത് പറയുന്നത്. നോക്കാം. അപ്പോൾ അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ഈ ബ്ലോക്കിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് നോക്കാം. ജൂൺ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ക്ലിയർ ലൈൻ ഓഫ് ഡിമാർക്കേഷൻ ബിറ്റ്വീൻ ദ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ഈസ് മച്ച് ലെസ് അപ്പാരൻറ്റ്. എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സർവീസ് ആൻഡ് ഗുഡ്സ് പ്രൊഡക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സെൻറ്റൻസ് വായിച്ചൊന്നും മനസ്സിലായില്ലെങ്കിലും ഇത് മനസ്സിലാക്കുക. ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പൊതുവേ നമുക്ക് ജനറലായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യമാണ്, എങ്കിലും നമുക്ക് നമ്മുടെ മെറ്റീരിയൽ എന്ത് പറയുന്നുണ്ട് നോക്കാം. നോക്കിയാൽ ആ ഒരു മെറ്റീരിയൽ പറഞ്ഞേക്കുന്ന സാധനം നോക്കി, അതിൻ്റെ ഓപ്പണിംഗ് ലൈനും തന്നെയാണ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, മാക്സിമം എന്ത് ചെയ്യുക, ഹെഡിങ്സ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ബാക്കി കഥകളൊന്നും വായിക്കാൻ നിന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ പോയിൻറ്റ്സ് നോക്കാം, എന്താണ് അവർ പറയുന്നത് നോക്കാം. ഏറ്റവും വലിയ വ്യത്യാസം, സർവീസ് എന്താണ്, ഇൻറ്റാഞ്ചിബിളാണ്, തൊട്ടറിയാൻ പറ്റാത്ത സാധനമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അവർ എക്സ്പീരിയൻസ് ചെയ്തറിയേണ്ട സാധനമാണ്. പ്രൊഡക്റ്റ് അങ്ങനെയല്ല, ടാഞ്ചിബിളാണ്, കൈ കൊണ്ട് തൊടാൻ പറ്റും. മറ്റേ ഒരു അനുഭവമല്ല, അനുഭൂതിയല്ല, നേരിട്ട് അവർക്ക് തൊട്ടറിയാൻ പറ്റുന്ന സാധനമാണ്. ഓക്കെ, ആ ഒരു വ്യത്യാസം അത് തമ്മിലുണ്ട്. മാത്രമല്ല സർവീസ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് നേരത്തെ ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളൊരു ഡോക്ടറിനെ ചെന്ന് കണ്ട് മരുന്ന് വാങ്ങുന്നു. ഈ ഡോക്ടറിന് നേരത്തെ നിങ്ങൾക്കുള്ള ചികിത്സ എടുത്ത് വയ്ക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളെ കണ്ട് നിങ്ങളെ നോക്കിയിട്ടല്ലേ നിങ്ങൾ ചികിത്സിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ പ്രൊഡക്റ്റ് അങ്ങനെയല്ലല്ലോ. പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാം, ആവശ്യക്കാർ വരുമ്പോൾ എടുത്ത് കൊടുത്താൽ മതി. ആ ഒരു വ്യത്യാസം തമ്മിലുണ്ട്. അതിൽ ബേസിക്കലി സർവീസും പ്രൊഡക്റ്റ് തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് ഈ അങ്ങോട്ട് പറയുന്നത് അത്രേ. ഓക്കെ, പിന്നെ രണ്ടാമത് പറയുന്നത് നോക്കാം. കോണ്ടാക്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. നമുക്ക് സർവീസ് ഒരാൾക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ക്ലയൻറ്റുമായിട്ട് ആര് കോണ്ടാക്ട് ചെയ്യേണ്ടി വരും? നമ്മുടെ പിന്നെ സർവീസ് പ്രൊവൈഡർ കോണ്ടാക്ട് ചെയ്യേണ്ടി വരും. ഇതേ സാധനം ഇവിടെ വരണമെന്നില്ല, പ്രൊഡക്റ്റിൻ്റെ അകത്ത് വരണമെന്നില്ല. പ്രൊവൈഡർ അല്ലെങ്കിൽ അത് സാധനം ഉണ്ടാക്കുന്ന ആളും നേരിട്ട് വരണമെന്ന് ഒരു നിർബന്ധമില്ലല്ലോ. ഏതെങ്കിലും ഇൻ്റർമീഡിയറ്റ് വഴി അല്ലെങ്കിൽ ഒരാൾ കടയിൽ ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ഈ സർവീസ്, ഈ പ്രൊഡക്റ്റ് ആൾക്കാരുടെ കയ്യിലേക്ക് വരുന്നത്. സർവീസ് അങ്ങനെയല്ല. പിന്നെ അതിൻ്റെ ഡോക്ടറിൻ്റെ കാര്യമാണെങ്കിൽ ഡോക്ടർ അവിടെ ഉണ്ടായേ പറ്റത്തുള്ളൂ അല്ലേ, അല്ല നമുക്ക് എന്താ പറ്റില്ല, ചികിത്സ കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് അത് വേറൊരു ഫീച്ചർ പറയുന്നത്. മൂന്നാമത് പറയുന്നു, സർവീസിന് ഹെട്രോജീനിറ്റി ഉണ്ടെന്ന് പറയുന്നു. അതായത് ഒരു ഡോക്ടർ എന്ത് ചെയ്യുന്നു, ചികിത്സിക്കുന്നു. ഓക്കെ, ഒരു രോഗത്തിന് ചികിത്സിക്കുമ്പോൾ 2 രോഗികളെ 2 രീതിയിലായിരിക്കും പുള്ളി ട്രീറ്റ് ചെയ്യുന്നത്. കാര്യം അവരുടെ നീഡും കാര്യങ്ങളൊക്കെ വേറെ ആയിരിക്കും. പക്ഷേ പ്രൊഡക്റ്റ് അങ്ങനെയല്ല. ഏതൊരാൾ വന്നാലും പ്രൊഡക്റ്റായിട്ട് തന്നെ ഇരിക്കുമല്ലേ. വേറെ പ്രൊഡക്റ്റുകൾ കാണുമായിരിക്കും, അതിന് അവരുടെ ആവശ്യത്തിന് അനുസരിച്ച് വേറെ പ്രൊഡക്റ്റുകൾ കാണാമായിരിക്കാം. എന്നാലും ബേസിക്കലി നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകൾ മാത്രമല്ലേ കാണത്തുള്ളൂ. ഹെട്രോജീനിയസിറ്റി എവിടെ ഉണ്ട്? ഇവിടെ കൂടുതലാണ്, നമ്മുടെ സർവീസിൽ കൂടുതലാണ്. കാര്യം എന്താ, ഈ പറഞ്ഞ പോലെ വരുന്ന കസ്റ്റമറിന് അറിഞ്ഞ് ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർവീസ് പ്രൊവൈഡറിന് സർവീസ് കൊടുക്കാൻ പറ്റും. മാത്രമല്ല ഇവിടെ പറയുന്നു, സർവീസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഷോർട്ട് ടേം ബേസിസിലായിരിക്കും. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു പ്രോഡക്റ്റ് പോലെ ഒരു ലോങ് ടേം സ്റ്റോറേജ് ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ സർവീസ് കൊടുക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ സർവീസ് എന്ന് പറയുന്നത് കുറേ കൂടെ ലേബർ ഇൻറ്റൻസീവാണ്. നമുക്ക് എന്ത് പറയും, ഈ പറഞ്ഞ പോലെ മെഷീൻസിനെ വെച്ച് ചെയ്യാൻ പറ്റുന്ന സർവീസുകളുണ്ട്, എന്നാലും ലിമിറ്റഡ് ആണെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നു, പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി നമ്മൾ ദൂരേക്ക് കയറ്റുമതി ചെയ്ത് വിൽക്കുന്ന പോലെ ഒരു സൗകര്യം എന്തിനില്ല, സർവീസിനില്ല. നമ്മൾ ഓൺ ദ സ്പോട്ട് ഉണ്ടായേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് സ്പ്രെഡ് ചെയ്ത് എടുക്കാൻ സർവീസുകൾക്ക് എന്തെടുക്കും, ടൈം എടുക്കും. കമ്പാരിറ്റീവ്ലി പ്രൊഡക്റ്റുകളിൽ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് സ്പ്രെഡായി വരാൻ ആർക്ക് ടൈം എടുക്കും, സർവീസിന് ടൈം എടുക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെ പറയുന്നത്, റിട്ടേൺ എന്ന് പറയുന്നത് സംഗതി പോസിബിൾ അല്ല. കാര്യം എന്തുകൊണ്ടാണ്, സർവീസ് കിട്ടിക്കഴിഞ്ഞിട്ട് സർവീസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ച് കൊടുക്കാമെന്നൊരു സാധനമില്ലല്ലോ. നിങ്ങൾ മുടി വെട്ടാൻ വേണ്ടി പോയി, അവർ മുടി വെട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ തിരിച്ച് മുടി എടുത്ത് ഒട്ടി തിരിച്ച് തരുമോ? തരില്ല. അത് പോയതാണ്. അപ്പം അതുപോലെയല്ല പ്രൊഡക്റ്റ്, റിട്ടേൺ എന്നൊരു ഓപ്ഷനുണ്ട്. ഇത് മൊത്തത്തിൽ പറയുന്ന സർവീസും പ്രൊഡക്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. ഒന്ന് ജനറലായിട്ട് മനസ്സിലുണ്ടാവട്ടെ, ഈ പറഞ്ഞ കാര്യങ്ങൾ ആഡ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ മാസ് പ്രൊഡക്ഷൻ, എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് മാസ് പ്രൊഡക്ഷൻ. അപ്പോൾ മാസ് പ്രൊഡക്ഷൻ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജ് ലിമിറ്റേഷൻ എന്താണെന്നുള്ളതാണ് നമുക്ക് ടെക്സ്റ്റ് ചെയ്ത് നോക്കാം. ഇതാ പറയുന്നു, മാസ് പ്രൊഡക്ഷൻ ഓർ ഫ്ലോ ലൈൻ പ്രൊഡക്ഷൻ സിസ്റ്റം. ആ പേര് ഓർമ്മിച്ച് വെച്ചേക്കാം. മാസ് പ്രൊഡക്ഷൻ്റെ മറ്റൊരു പേരാണ് ഫ്ലോ ലൈൻ പ്രൊഡക്ഷൻ സിസ്റ്റം. കണ്ടിന്യൂസ് ഫ്ലോ പ്രൊഡക്ഷൻ സിറ്റുവേഷൻ ആർ ദോസ് വെയർ ദ ഫെസിലിറ്റീസ് ആർ സ്റ്റാൻഡേർഡൈസ്ഡ് ആസ് ടു routing and flow since input are standardized and therefore a standard set of process and sequence process can be adopted. വേറെ ഒന്നുമല്ല, നമുക്കൊരു കൃത്യം എന്തുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് പ്രോസസ്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരത്തില്ല, ഈ പറഞ്ഞ പോലെ ഓരോ സമയം ചിന്തിച്ച് ചെയ്യേണ്ടി വരത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഹോട്ടൽ നടത്തുമെന്ന് വിചാരിക്കാം. നമുക്ക് എന്തുണ്ട്, ഒരു ഹ്യൂജ് മെനു ഉണ്ട്. ഇപ്പോൾ നമ്മൾ സദ്യ കൊടുക്കുമ്പോൾ സദ്യക്ക് സ്ഥിരം ചേർക്കുന്ന സാധനങ്ങളുണ്ട്, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സ്ഥിരം മെനു ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് മാസമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. എന്നാൽ ഇത്ര കാലം ഇത് കൊടുത്തില്ല, നമുക്ക് വേറെ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒന്ന് ബ്രേക്ക് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യേണ്ടി വരും. ഇവിടെ അങ്ങനെയല്ല. എന്താണ്, നമുക്ക് വലിയൊരു ക്വാണ്ടിറ്റിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് മാസ് പ്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാസ് പ്രൊഡക്ഷൻ്റെ ലിമിറ്റേഷൻസും മെറിറ്റ്സും പറയുന്നുണ്ട്. ആദ്യം പറയുന്ന മെറിറ്റാണ്. എന്താണ്, നമുക്ക് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ പരിപാടി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയാം, നമുക്ക് ഒരു സ്കില്ല് കിട്ടും. നമുക്ക് കുറച്ചും കൂടെ എക്സ്പേർട്ടാണ് ഈ മാസ് പ്രൊഡക്ഷൻ. നിങ്ങൾ ഏത് ഫീൽഡിൽ നോക്കിയാലും മനസ്സിലാവും. ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ കാര്യം എന്നാലും ശരി, നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് എക്സ്പേർട്ടുകളെന്ന് പറയാൻ കാര്യം എന്താ, അവർ അറ്റ് എ ടൈം ഒരുപാട് രോഗികളെ കാണുന്നുണ്ട്, അല്ലേ, മറ്റുള്ളവരെക്കാളും ഒരുപാട് രോഗികളെ കാണുമ്പോൾ ഇങ്ങനെ ചികിത്സിച്ച് അവരെന്താ എക്സ്പേർട്ടാണ്. അതുപോലെ എന്ത് പ്രൊഡക്ഷൻ ചെയ്താലും മാസമായിട്ട് ചെയ്താലും, നമുക്ക് മാസ് മീൻസ് ഹ്യൂജ് ക്വാണ്ടിറ്റി ചെയ്താൽ നമ്മളത് ചെയ്യുന്നതിൽ എക്സ്പേർട്ട് ആവുന്നുണ്ട്. ടൈമിലും ലേബറിലും കൺട്രോൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ടൈം ലാഭിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതാണ് പറയുന്നത്. വർക്ക് ഇൻ പ്രോഗ്രസ് മിനിമം ആയിരിക്കും. അതായത് പകുതി ചെയ്ത് പണിയിടുന്ന അവസ്ഥ വളരെ കുറവായിരിക്കും. കാര്യം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ചെയ്യുന്നത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യേണ്ട, പകുതി ചെയ്തിട്ട പണി എന്നൊരു സാധനമില്ല. വർക്ക് ഇൻ പ്രോഗ്രസ് ഒരു റിസ്ക്കാണ്, അങ്ങനെ കിടക്കുന്ന റിസ്ക്കാണ്. അപ്പോൾ ആ ഒരു റിസ്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. പിന്നെ പറയുന്ന ഹാൻഡ്ലിംഗ് ഓഫ് മെറ്റീരിയൽസ് റിഡ്യൂസ് ഡ്യൂ ടു ദ സെറ്റ് പാറ്റേൺ ഓഫ് പ്രൊഡക്ഷൻ ലൈൻ. ഓക്കെ, ഒരുപാട് സമയം നമ്മുടെ കയ്യിൽ എന്ത് നിൽക്കത്തില്ല, ഒരു മെറ്റീരിയൽ നിൽക്കത്തില്ല. നമുക്കൊരു പാറ്റേൺ ഉണ്ട്, അതിൻ്റെ അകത്തോട്ട് അതിങ്ങനെ ഫ്ലോ ചെയ്ത് വെക്കേണ്ടേയിരിക്കും. മാസ് പ്രൊഡക്ഷൻ്റെ ഒരു ഗുണം അതാണ്. ഓക്കെ, റെപ്പറ്റേറ്റീവായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യാൻ എളുപ്പമായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഓവർ ഹെഡ് കോസ്റ്റ് വളരെ കുറവായിരിക്കും. ഓവർ ഹെഡ് കോസ്റ്റ് മീൻസ് എങ്ങനെ പറയും, ഇൻഡയറക്റ്റ് കോസ്റ്റുകളാണ്. ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ വളരെ കുറവായിരിക്കും. കാര്യം എന്തുകൊണ്ടാണ്, പെർ യൂണിറ്റ് വളരെ കുറവായിരിക്കും എന്നുള്ള രീതിക്കാണ് പറയുന്നത്. കാര്യം ഒരുപാട് പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് പെർ യൂണിറ്റ് ഓവർ ഹെഡ് കോസ്റ്റ് വളരെ കുറവായിരിക്കും. പിന്നെ ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ റിട്ടേൺ വളരെ പെട്ടെന്നായിരിക്കും. കാര്യം നിങ്ങൾ ആ ഒരു ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ചിന്തിക്കും, ഒരു സാധാരണ ഹോട്ടലും ഈ വലിയ കാറ്ററിംഗ് സർവീസ് തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. ഹോട്ടലിന് കസ്റ്റമർ വന്നാലേ ഉള്ളൂ എന്നുള്ളൊരു സാധനമാണ്. വലിയ കാറ്ററിംഗ് സർവീസിന് എന്തുണ്ടാവും, അവർക്കൊരു കൃത്യ സിസ്റ്റം ഉണ്ടാവും, എസ്റ്റാബ്ലിഷ് സിസ്റ്റം ഉണ്ടാവും. ഇന്ന സ്ഥലത്ത് എത്തിക്കുക, അല്ലെങ്കിൽ ചിലർ ഈ ഹോട്ടലുകൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ എന്താ വലിയ കല്യാണ പാർട്ടികളൊക്കെ പിടിക്കുന്നവർ, അവർക്കൊരു കൃത്യ സിസ്റ്റം ഉണ്ടാവും. സിസ്റ്റം ഉള്ളപ്പോഴും അവർ പ്രവർത്തിക്കുമ്പോൾ അവരുടെ പ്രൊഡക്ഷൻ മാസമായിരിക്കും, അല്ലേ. അപ്പോൾ അവർക്ക് എന്തുണ്ടാവും, ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ച് കിട്ടാൻ വളരെ എളുപ്പമാണ് ഇങ്ങനെ ഒരു ഹോട്ടൽ പോലത്തെ സെറ്റപ്പ് വെച്ച് നോക്കുമ്പോൾ. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ. വെരി റിജിഡാണെന്ന് പറയുന്നത്. ഇതൊക്കെ ചുമ്മാ പറയുന്നത്, എല്ലായിടത്തും പറയുന്ന കാര്യങ്ങൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. എന്താണ്, വളരെ റിജിഡാണ്. നമുക്ക് പ്രോസസ്സ് ഉണ്ട്, കൃത്യം പ്രോസസ്സുണ്ട്. അതിനെ ഒന്ന് ഫ്ലെക്സിബിളായിട്ട് മാറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല. ഇന്നത് ചെയ്തു അടുത്ത് എന്ന് പറഞ്ഞ് ടൈമിൽ ആവശ്യം നമുക്ക് പോയേ പറ്റത്തുള്ളൂ. അവിടെ നിന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരമില്ല. അതുകൊണ്ട് വളരെ റിജിഡായിട്ടുള്ള സിസ്റ്റമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് വച്ചിരിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒരിടത്തും ഒരു പ്രശ്നം ഉണ്ടായാൽ ഫുൾ സിസ്റ്റത്തിനെ ബാധിക്കും. അതുകൊണ്ട് അത് തീർക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ഇതില്ലാതെ ഇങ്ങനെ ഒന്ന് പോകാൻ പറ്റിയെന്ന് വരത്തില്ല എപ്പോഴും എന്നാണ് അവർ പറയുന്നത്. ജസ്റ്റ് എന്തെങ്കിലും ഇപ്പം കുറ്റം പറയേണ്ടതെന്ന് പറഞ്ഞ് പറയുന്നതാണ്. വലിയ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉള്ള എല്ലാ മാസ് പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് അത് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിൽ നാലേശം എഴുതാനുള്ളതേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിസംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരികയാണെങ്കിൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊഡക്റ്റ് സെലക്ഷൻ ഈസ് ആൻ ഓൺഗോയിങ് പ്രോസസ് ഇൻ എനി ഓർഗനൈസേഷൻ. ഡിഫൈൻ പ്രൊഡക്റ്റ് സെലക്ഷൻ, ആൾസോ എക്സ്പ്ലെയിൻ ദ പ്രൊഡക്റ്റ് സെലക്ഷൻ പ്രോസസ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, നോക്കാം. ഓക്കെ, പ്രൊഡക്റ്റ് സെലക്ഷൻ ഈസ് എ സ്ട്രാറ്റജിക് ഡിസിഷൻ കൺസിസ്റ്റിംഗ് ഓഫ് വാട്ട് പ്രൊഡക്റ്റ് ഇസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഇൻ വാട്ട് ഫോം, വാട്ട് ഫീച്ചേഴ്സ് ആൻഡ് വാട്ട് നമ്പർ. അതായത് എന്ത് പ്രൊഡക്റ്റ് ഏത് രൂപത്തിൽ എന്തൊക്കെ പ്രത്യേകതകളോടുകൂടി എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള തീരുമാനമാണ് പ്രൊഡക്റ്റ് സെലക്ഷൻ എന്ന് പറയുന്നത്.
Product selection decided about the quality and the quantity of manpower, capital requirement and choice of process under the production. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുന്ന അനുസരിച്ചിരിക്കും ആരെയൊക്കെ ജോലിക്ക് വയ്ക്കണം, എന്തൊക്കെ മെഷീൻസ് വാങ്ങണം, എന്ത് പ്രോസസ്സ് നമ്മൾ എടുക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പ്രൊഡക്റ്റ് സെലക്ഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സ് എങ്ങനെയാണ് ഒന്ന് നോക്കാം. ഇതിൽ പറയുന്നുണ്ട് ദ പ്രോസസ് ഓഫ് പ്രൊഡക്റ്റ് സെലക്ഷൻ. ഇതാണ് സ്റ്റേജസ്. ഓക്കെ, ഫസ്റ്റ് ഒരു റിസർച്ച് സ്റ്റേജ് ഉണ്ട്, സെലക്ഷൻ സ്റ്റേജ് ഉണ്ട്, ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ഉണ്ട്, ഡിസൈൻ സ്റ്റേജ് ഉണ്ട്. ഇത് ഏറ്റവും ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യം ഒന്ന് റിസർച്ച് ചെയ്യുന്നു. എന്ത് സാധനം ചെയ്താൽ നമുക്ക് പിന്നെ മാർക്കറ്റ് ഉണ്ടാകുമെന്നോ ആ രീതിയിൽ ഒന്ന് റിസർച്ച് ചെയ്യുന്നു. ഒന്നതാ മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്നു, അപ്ലൈഡ് റിസർച്ച് ചെയ്യുന്നു, ഐഡിയ ജനറേറ്റ് ചെയ്യുന്നു. ഈ പല കാര്യങ്ങളും കൊണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ക്രീൻ ചെയ്ത് നോക്കുന്നു. നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങളൊരു ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ എന്ത് സാധനം ഞാൻ വിൽക്കട്ടെ എന്ന് പറഞ്ഞ് ചിന്തിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ റിസർച്ച് ചെയ്ത് നോക്കും, നിലവിൽ എന്താണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് പിള്ളേർക്കിടയിൽ, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റ് ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഈ ഇന്നൊരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നാൽ നല്ലതായിരിക്കുമോ, അങ്ങനെ ഒരു ലിസ്റ്റ് നമ്മളുണ്ടാക്കും. എന്തൊക്കെ സാധനങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. രണ്ട് കാര്യങ്ങൾ നോക്കണമല്ലോ, നമ്മളെ കൊണ്ട് ചെയ്യാനും പറ്റണം, എന്നാൽ ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ വിൽക്കാനും പറ്റണം. അങ്ങനെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. എന്നിട്ടാണ് നമ്മൾ എന്തിലേക്ക് പോകുന്നത്, സ്ക്രീനിങ്ങിലേക്ക് പോകുന്നത്. സ്ക്രീനിങ് ഇൻ ദ സെൻസ് നമ്മളിത് നോക്കും. ഓക്കെ, ഇത് ഫീസിബിൾ ആണോ, ഇതിനുള്ള പണം എൻ്റെ കയ്യിലുണ്ടോ, പിന്നെ ഇതിപ്പോൾ മാർക്കറ്റിലുണ്ടോ, അങ്ങനെ ഓരോ ഫാക്ടേഴ്സ് എടുത്ത് വെച്ച് നോക്കിയിട്ട് ടിക്ക് ചെയ്ത് ഇതിനൊന്ന് റാങ്ക് ചെയ്തെടുക്കും. റാങ്ക് ചെയ്തിട്ട് ഏറ്റവും അവസാനത്തെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെ ഡിലീറ്റ് ചെയ്ത അവസാനം നമ്മൾ എവിടെ എത്തണം, ഒന്നിലേക്ക് എത്തണം. അതാണ് നമ്മുടെ പ്രോസസ്സ്. നമ്മുടെ ആവശ്യം അതാണല്ലോ, ഒന്നിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. അതിനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യും നോക്കി, എക്കണോമിക് അനാലിസിസ് നോക്കും. അതായത് എക്കണോമിക് അനാലിസിസ് മീൻസ് കോസ്റ്റ് ബെനിഫിറ്റ് നമ്മൾ നോക്കും. ഞാൻ 1 ലക്ഷം വരെ ഇതിലേക്ക് മുടക്കിയാൽ തിരിച്ച് എനിക്ക് എത്ര കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള എന്ത് കോസ്റ്റിന് എന്ത് ബെനിഫിറ്റ് കിട്ടുമെന്നൊരു അനാലിസിസ് നടത്തുന്നു. പിന്നെ നമ്മൾ ഫൈനലി തീരുമാനിച്ചു, ഓക്കെ സെലക്ഷനിലേക്ക് എത്തി. നമ്മൾ റിസർച്ച് കഴിഞ്ഞ് സെലക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ ഔട്ട്പുട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഡെവലപ്മെൻറ്റ് ചെയ്യുന്നു. പിന്നെ ആ ഔട്ട്പുട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മളതിന് പ്രോസസ്സ് സെറ്റ് ചെയ്യും. ഓക്കെ, നമുക്കത് ഇനി ഇങ്ങനെ പോയാൽ മതി. ഒരു ഓട്ടോമേഷൻ വേണമല്ലോ, അല്ല എല്ലാം നമ്മൾ എപ്പോഴും ചെയ്തിട്ടെന്നാൽ ശരിയാവത്തില്ല. ഇന്ന ആൾ ഇന്ന ചെയ്തു, ഇന്ന ആൾ അടുത്ത് ഇതിലേക്ക് ചെയ്യുന്നു, അങ്ങനെ നമ്മളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വയ്ക്കുന്നു. എന്നിട്ട് നമ്മളതിനെ എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, ഡിസൈൻ ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നു. ഇതാണ് ആ ഒരു പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യത ഉള്ളൊരു സാധനമാണ്. സ്റ്റേജസ് ഇതാണ്: റിസർച്ച് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു, അതിനൊന്ന് ഡിസൈൻ ചെയ്യുന്നു. ഡിസൈനിങ് ഇൻ ദ സെൻസ് അതിനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണമല്ലോ. നിലവിലുള്ള മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ അതിന് എന്ത് രൂപവും കൊടുക്കണം, എന്തൊക്കെ അഡീഷണൽ ഫീച്ചേഴ്സ് കൊടുക്കണം. പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കുന്നു. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ജൂൺ 2023 ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വന്നാൽ, എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് പ്ലാൻ ലേഔട്ട്, ഓൾസോ റൈറ്റ് ദ ടൈപ്സ് ഓഫ് ലേഔട്ട് പ്രോബ്ലംസ്. പ്ലാന്റിൻ്റെ ലേഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ വരയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, പൊതുവേ അവിടെ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ മെറ്റീരിയൽ നോക്കാം. പ്ലാൻ ലേഔട്ട് ഈസ് എ പ്ലാൻ ഓഫ് or the acting of planning and optimum arrangement of facilities including personal equipment, storage facilities and all supporting facilities along with the design of the best structure to contain these facilities. ഒന്നുമില്ല, നമ്മുടെ ഒരു പ്രവൃത്തി നടക്കണമല്ലോ. ഈ പ്രവൃത്തി നടക്കാൻ വേണ്ടിയിട്ട് വേണ്ട റിസോഴ്സസിനെ എവിടെ എങ്ങനെ കണക്ട് ചെയ്ത് നിർത്തണം എന്നുള്ള പ്ലാനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലാന്റ് ലേഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഹോട്ടലാണ് തുടങ്ങാൻ പോകുന്നതെങ്കിൽ ഹോട്ടലിലെ കിച്ചൺ എവിടെ ഇരിക്കണം, ആൾക്കാരെ എവിടെ ഇരുത്തണം, ക്യാഷ് കൗണ്ടർ എവിടെ വയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവ തമ്മിൽ നമ്മളൊരു കണക്ഷൻ വയ്ക്കുമല്ലോ. ആൾക്കാർ ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നു, ക്യാഷ് കൗണ്ടറിൽ പൈസയുടെ ടോക്കൺ എടുക്കുന്നു, എന്നിട്ട് അവിടെ പോയിരിക്കുന്നു, ടോക്കൺ വാങ്ങിച്ച ആൾ സാധനം കൊടുക്കുന്നു, അങ്ങനെ ഒരു കണക്ഷൻ നമ്മൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഫെസിലിറ്റിയുടെ നമ്മൾ എവിടെയാണ് നമുക്ക് ഏരിയ കിട്ടിയിരിക്കുന്നത് അവിടെ ഈ പറഞ്ഞ നമ്മുടെ റിസോഴ്സസിനെ എവിടെ പ്ലേസ് ചെയ്യാൻ തമ്മിലുള്ള ആ ഒരു ഫങ്ഷനിങ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു പ്ലാനിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്ലാന്റ് ലേഔട്ട് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം, പ്ലാന്റ് ലേഔട്ട് വരയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം പ്രൊഡക്ഷൻ പ്രോസസ്സിനെ സിംപ്ലിഫൈ ചെയ്യുക, എല്ലാം തമ്മിലുള്ളൊരു ബന്ധം സ്റ്റേറ്റ് ചെയ്യുക, പിന്നെ കോസ്റ്റ് കുറയ്ക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം. നമുക്ക് മനസ്സിലാവുമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അത് റിയാലിറ്റി വരുമ്പോൾ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, എന്താ പറയുക, ഇപ്പം നമ്മുടെ ഹോട്ടലിലെ കാര്യം തന്നെ എടുക്കുക. നമ്മളിവിടെ ഇങ്ങനെ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നു, ഇവിടെയാണ് കിച്ചൺ എന്ന് വിചാരിക്കുന്നു. സ്റ്റോർ റൂം നമ്മൾ വളരെ ദൂരെ കൊണ്ട് വെച്ചെന്ന് വിചാരിച്ചു, പെട്ടെന്ന് മനസ്സിലാവുന്നൊരു ഉദാഹരണമാണ്. സ്റ്റോർ റൂം വളരെ ദൂരെയാണ്, നമുക്ക് എന്ത് ചെയ്യണം, ചുമന്ന സാധനങ്ങൾ മുകളിലേക്ക് എത്തിക്കേണ്ടി വരുന്നു. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു, ഇവിടെ ഒരാളെ നമ്മൾ അതിന് വേണ്ടി നിർത്തേണ്ടി വരുന്നു, കോസ്റ്റ് അവിടെ കൂടുന്നു. അതേസമയം അടുക്കളയോട് ചേർന്നാണ് ഈ സ്റ്റോർ റൂം വന്നിരുന്നതെങ്കിൽ ഈ അടുക്കളയിൽ പണിയെടുക്കുന്നവർ തന്നെ എന്ത് ചെയ്യും, സ്റ്റോർ റൂമിൽ ചെന്നിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരത്തില്ല, ഈ ഒരു പ്രശ്നം വരത്തില്ല. ചുമന്ന് കൊണ്ടുപോകാൻ ഒരാളെ നിർത്തേണ്ട ആവശ്യം വരത്തില്ല.
അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ലേഔട്ട് എങ്ങനെ ഇരിക്കുന്നു അതനുസരിച്ച് പല കോസ്റ്റുകളും കൂടുകയും കുറയുകയും ചെയ്യും. പിന്നെ സ്പേസ് നമ്മൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ പറ്റും. പിന്നെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നു, സൂപ്പർവിഷൻ എളുപ്പമാകുന്നു, വർക്ക് ചെയ്യാൻ എളുപ്പമാകുന്നു, അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് വായിച്ച് വെക്കുക, കൈ നീട്ട് എഴുതാനുള്ളതൊക്കെ ഉള്ളൂ. പിന്നെ ഉള്ളത് ടൈപ്പ് ഓഫ് ലേഔട്ട് പ്രോബ്ലംസാണ് പറയുന്നത്. എന്ത് മാറുമ്പോൾ നമ്മുടെ ഏത് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത് അത് മാറുന്നതനുസരിച്ച് എന്ത് മാറുമെന്നാണ് പറയുന്നത്. ലേഔട്ടിലെ പ്രശ്നങ്ങൾ മാറുമെന്നാണ് പറയുന്നത്. മാനുഫാക്ചറിങ് പ്ലാന്റുകൾക്കാണെങ്കിൽ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. പിന്നെ കൊമേഴ്ഷ്യൽ ഫെസിലിറ്റീസിനാണെങ്കിൽ അങ്ങനെ, സർവീസ് ഫെസിലിറ്റീസിനങ്ങനെ, അങ്ങനെ നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ ലേഔട്ട് വരയ്ക്കുന്നത്, എന്ത് പർപ്പസോ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടാണോ ലേഔട്ട് വരയ്ക്കുന്നത് അതനുസരിച്ച് എന്ത് മാറും, ഈ പറഞ്ഞ പ്രശ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരുവാണെങ്കിൽ ടേം ആൻഡ് എക്സാമിനേഷൻ ഡിസംബർ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. എ സ്ട്രാറ്റജിക് ഡിസിഷൻ ഈസ് വൺ വിച്ച് ഹാസ് എ ലോങ് ടേം ഇമ്പാക്ട്, influences a large part of the system and once implemented cannot be undone easily. Explain such decision in brief. അപ്പോൾ ഇത് നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് അല്ലാത്തതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവർക്ക് അറിയേണ്ടത് സ്ട്രാറ്റജിക് ഡിസിഷനെ കുറിച്ചല്ല, പക്ഷേ എന്താണ് നമ്മുടെ മാസ് പ്രൊഡക്ഷനെ കുറിച്ചാണ്. ഓക്കെ, അല്ലെങ്കിൽ പ്ലാന്റ് ലേഔട്ട് വരയ്ക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. പ്ലാന്റ് ലേഔട്ട് ഡിസിഷൻ, പ്രൊഡക്റ്റ് ഡിസിഷൻ, അതായത് നമുക്ക് പഠിക്കുന്നതിൻ്റെ അകത്ത് ഈ ലോങ് ടേം ഇമ്പാക്റ്റ് ഉള്ള ഡിസിഷൻസ് ഉണ്ട്. നമുക്കിപ്പം മാസ് പ്രൊഡക്ഷൻ ചെയ്യാമെന്ന് നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, അതിനൊരു പ്രോസസ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺഡു ചെയ്യുക അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യുക അത്ര എളുപ്പമല്ല. അതേപോലെ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിക്കുക, അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ ഒരു ലേഔട്ട് വരയ്ക്കാൻ തീരുമാനിക്കുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് റീഡു ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളല്ല. അപ്പോൾ ഈ പറഞ്ഞ എന്തും ഇവിടെ ആൻസറായിട്ട് എഴുതാം. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം കൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ മാസ് പ്രൊഡക്ഷൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നമ്മൾ ഒരിക്കലും നോക്കിയതാണ്. ജൂൺ 2024 വരുമ്പോൾ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ഇൻ്റർമിറ്റൻറ്റ് ഫ്ലോ പ്രോസസ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കാം നമ്മുടെ മെറ്റീരിയൽ എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, ഇൻ്റർമിറ്റൻറ്റ് ഫ്ലോ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടിന്യൂസ് ഫ്ലോ പ്രോസസ്സ് പോലെയല്ല. എന്തില്ല, ഒരു ഹോമോകിഡസിറ്റി എന്ന് പറഞ്ഞ സാധനം ഇല്ല. വളരെ ഡിഫറെൻ്റാണ് ഇവിടുത്തെ സാധനങ്ങളെന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, കൃത്യം ഒരു പാറ്റേൺ പറയാൻ പറ്റത്തില്ല. നമ്മൾ നേരത്തെ മാസ് പ്രൊഡക്ഷൻ്റെ അത് പറഞ്ഞ പോലെ ഫസ്റ്റ് പ്രോസസ്സ് സെക്കൻഡ് പ്രോസസ്സ് എന്ന് പറയുന്ന പോലെ കൃത്യം ഒരു പാറ്റേൺ പറയാൻ പറ്റത്തില്ല. ബട്ട് എന്താണ്, ഓരോന്നും ഓരോ ഔട്ട്പുട്ടും പോകുന്ന ഓരോ റൂട്ടിൽ കൂടെ ആയിരിക്കും. അത് ഇവിടെ പറയുന്നുണ്ട്. അതാണ് വെൻ ദ ഔട്ട്പുട്ട് വെറൈറ്റി ഈസ് ലാർജ് ഈച്ച് ഔട്ട്പുട്ട് ടേക്സ് എ ഡിഫറെൻറ്റ് റൂട്ട് ത്രൂ ദ ഓർഗനൈസേഷൻ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ മാസ് പ്രൊഡക്ഷൻ എല്ലാം പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. മാസ് പ്രൊഡക്ഷന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പാത്താണ് ഇൻ്റർമിറ്റൻറ്റ് ഫ്ലോ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാസ് പ്രൊഡക്ഷൻ അല്ലാതെ ഡിഫറെൻറ്റ് കാര്യങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാത്തിനും ഒരേ വോളിയം ഓഫ് ഔട്ട്പുട്ട് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. മനസ്സിലായല്ലേ? അങ്ങനെയുള്ള ഒരു പ്രോസസ്സിനാണ് ഈ ഇൻ്റർമിറ്റൻറ്റ് ഫ്ലോ പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബാച്ചുകളായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ, ബാച്ച് പ്രൊഡക്ഷൻ്റെ മറ്റൊരു പേരാണ് ഇൻ്റർമിറ്റൻറ്റ് ഫ്ലോ എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ബാച്ചായിട്ടായിട്ട് ഒരു സാധനം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ബാച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത പ്രൊഡക്റ്റിലേക്ക് ആയിരിക്കും മൂവ് ചെയ്യുന്നത്, അല്ലാതെ ഇതിനെ പുറത്ത് പ്രോസസ്സിങ് ചെയ്യുന്നതായിരിക്കത്തില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ബേക്കറിക്കകത്ത് എന്ത് കാണും, ഒരുപാട് ഐറ്റംസ് കാണും അല്ലേ, ഒരൊറ്റ ഐറ്റം അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ഐറ്റവും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണമെന്നില്ല. അടുത്ത വേറെ ഐറ്റത്തിലേക്ക് നമ്മൾ പോകും, പിന്നെ അടുത്ത ഐറ്റത്തിലേക്ക് പോകും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് ഇൻ്റർമിറ്റൻറ്റ് ഫ്ലോ പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ എന്താണല്ല സിമിലർ പ്രൊഡക്ട്സ് ആയിരിക്കില്ല നമ്മൾ ചെയ്യുന്നത്, ബട്ട് റിലേറ്റഡ് ആയിരിക്കും. മനസ്സിലായല്ലേ? അപ്പോൾ നമ്മൾ ഒന്ന് ചെയ്തിട്ട് അടുത്തതിലേക്ക് ഇപ്പോൾ അങ്ങനെ മാറി പ്രൊഡ്യൂസ് ചെയ്യും. അല്ലാതെ ഒരു മാസ്സായിട്ടുള്ള പ്രൊഡക്ഷൻ അവിടെ ഉണ്ടാകുന്നില്ല. മാസ് പ്രൊഡക്ഷന് പകരം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യുക എന്നതിലാണ് കോൺസെൻട്രേഷൻ പോകുന്നത്. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഫ്ലെക്സിബിലിറ്റി ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്നിൽ നിന്ന് നമ്മൾ വേറെ ഒന്നിലേക്ക് മാറി പോവേണ്ടതുണ്ടല്ലേ. അല്ലാതെ ഒരേ കാര്യം തന്നെ വീണ്ടും ചെയ്തിട്ടിരിക്കില്ല. റെപ്പറ്റേറ്റീവ് ആയിട്ടല്ല ചെയ്യുന്നത്. പകരം എന്താണ് ഈ പറഞ്ഞ പോലെ ഒന്നിൽ നിന്ന് വേറെയിലേക്ക് പോവേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഈ മെഷീൻസിനെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കണം. നമ്മുടെ ഇൻപുട്ടുകൾ അതേപോലെ പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ആ ഒരു രീതിക്ക് പോകണം. എറൗണ്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് കിട്ടുന്നില്ല, നമുക്കൊരു സ്പെഷ്യലൈസേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നില്ല. കാര്യം എന്താ, നമ്മളൊരൊറ്റ കാര്യമല്ല ചെയ്യുന്നത്, പല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തോ കിട്ടുന്നില്ല, ഈ പറഞ്ഞ പോലെ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ് ഇവിടെ കിട്ടുന്നില്ല എന്നുള്ള സാധനമുണ്ട്. നേരെ മറിച്ച് അവർക്ക് എന്ത് വേണം, ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് വേണ്ടി വരും. ഇപ്പോൾ ബേക്കറിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ കേക്ക് ഉണ്ടാക്കാനും അല്ലെങ്കിൽ വേറെ സാധനം ഉണ്ടാക്കാനും എല്ലാം അറിയുന്ന ഒരാൾ നമുക്ക് അവിടെ വേണ്ടി വരും, അല്ലെങ്കിൽ അത്രയും സ്കിൽസ് കിട്ടുന്ന ആൾ അവിടെ കൊണ്ടുവരേണ്ടി വരും. പിന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന ഒരു കോർ കോൺസെപ്റ്റ് നമ്മൾ ഇതിൽ പറഞ്ഞ പോലെ അല്ല, നമ്മുടെ മാസ് പ്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ അല്ല. ഇവിടെ എന്ത് വരും,
വർക്ക് ഇൻ പ്രോഗ്രസ്സുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും, എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടി വരും. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് പോലുള്ള റിസോഴ്സുകൾ വട്ട് എവർ ഇറ്റ് മേ ബി മാനേജ് ചെയ്യുക കുറച്ച് പാടായിരിക്കും. വീണ്ടും ആ ഒരു കോർ കോൺസെപ്റ്റാണ്, ഒന്നല്ല പല കാര്യങ്ങളാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. അതുകൊണ്ട് പല കാര്യങ്ങൾ അറ്റ് എ ടൈം ചെയ്യുന്നുണ്ട് നമുക്ക് എന്താണ് ഒന്ന് മാനേജ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പിന്നെ ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. അഡ്വാൻറ്റേജ് പറയുന്നുണ്ട്, വെറൈറ്റി അറ്റ് ലോ കോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ നമ്മൾ ചെയ്യുന്നതുകൊണ്ടാവാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പോലെ ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു കോസ്റ്റിന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. കപ്പാസിറ്റിയുടെ യൂട്ടിലൈസേഷൻ വളരെ വലുതാണ്. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ പിന്നെ അവൈലബിൾ സ്പേസ് ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം യൂട്ടിലൈസ്, നമുക്ക് എന്തൊക്കെ റിസോഴ്സസ് കയ്യിലുണ്ടോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. മറ്റേ മാസ് പ്രൊഡക്ഷൻ്റെ അകത്ത് പറഞ്ഞ പോലെ ഇപ്പോൾ ഫസ്റ്റ് ഒരു പ്രോസസ്സ് ചെയ്തു, എന്നിട്ട് അടുത്ത പ്രോസസ്സിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്ന സാധനം അവിടെ ഐഡിയലായിട്ട് കിടക്കുകയാണ് അല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെ വരത്തില്ല, ഇത് അടുത്ത സാധനത്തിലേക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. അങ്ങനെ നമ്മൾ കപ്പാസിറ്റി എന്ത് ചെയ്യും, നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടാവും. സ്റ്റാഫിന് ഈ പറഞ്ഞ പോലെ അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ അതേ കാര്യം തന്നെ, ഫസ്റ്റ് ഒരു പ്രോസസ്സ് ഉണ്ട്, രണ്ടാമത്തെ പ്രോസസ്സിലേക്ക് ആ സാധനം പോയി കഴിയും. ഫസ്റ്റ് പ്രോസസ്സ് ചെയ്യേണ്ട ആൾക്കാർ മറ്റേ മാസ് പ്രൊഡക്ഷനിലാണെങ്കിൽ എന്തായി, അവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലാതെ അവിടെ നിൽക്കേണ്ടി വരും. ഇതങ്ങനെയല്ല, സ്റ്റാഫിന് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ മാനേജ് ചെയ്യുക ഒരു പാടായിട്ട് വരാം. ഡിസഡ്വാൻറ്റേജ് പറയുന്നുണ്ട്, ഹൈ വോളിയം വരുമ്പോൾ കോസ്റ്റ് കൂടുമെന്ന് പറയുന്നുണ്ട്. കോംപ്ലക്സിറ്റി ഉണ്ട് ഓപ്പറേഷൻ ചെയ്യുന്നതിന്. പിന്നെ ഈ വർക്ക് ഇൻ പ്രോഗ്രസ് ഒരുപാട് വരുമ്പോൾ ഭ്രാന്ത് പിടിക്കും എന്നൊരു സാധനം പറയുന്നുണ്ട്. പിന്നെ എന്ത് പറയുന്നുണ്ട്, ന്യൂ ടെക്നോളജീസ് ആവശ്യം വരുന്നു, കമ്പ്യൂട്ടറൈസ് സിസ്റ്റത്തിൻ്റെ ആവശ്യം വരുന്നു, അതിന് വീണ്ടും വീണ്ടും പറയുന്നത്. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ബേസിക് ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക. എന്താണ് അവരുടെ നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞത് ഇൻ്റർമിറ്റൻറ്റ് ഫ്ലോ പ്രോസസ്സ്, അതായത് ബാച്ച് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. മറ്റേത് മാസ് പ്രൊഡക്ഷൻ ആണെങ്കിൽ ഇത് ബാച്ച് പ്രൊഡക്ഷനാണ്. മാസ് പ്രൊഡക്ഷനെ നമ്മൾ എന്തെന്ന് വിളിച്ചു, കണ്ടിന്യൂസ് ഫ്ലോ പ്രൊഡക്ഷൻ എന്ന് വിളിച്ചു, പ്രോസസ്സ് എന്ന് വിളിച്ചു. ഓക്കെ, ആ ഒരു ഡിഫറൻസ് മനസ്സിലുണ്ടാവണം. ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് തിരിച്ചു പോവാം. ഡിസംബർ 2024 ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, വാട്ട് ആർ ദ മേജർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എ മാനുഫാക്ചറിംഗ് എൻ്റർപ്രൈസ് ആൻഡ് സർവീസ് ഓർഗനൈസേഷൻ, ഡിസ്കസ് വിത്ത് suitable example. What is more difficult to increase productivity of a service system as compared to production system? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, സർവീസും പ്രൊഡക്റ്റും തമ്മിലുള്ള ആ ഒരു കമ്പാരിസനാണ്. ഒന്ന് ആപ്ലിക്കേഷൻ തലത്തിൽ എഴുതണം എന്നുള്ളതേ ഉള്ളൂ. എന്താണ് ഡിഫിക്കൽട്ടി പറയുന്നുണ്ട്, നമ്മൾ സർവീസിൻ്റെ കുഴപ്പങ്ങൾ പറയുന്നുണ്ട്. സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, അറ്റ് എ ടൈം നമ്മൾ അവിടെ അവൈലബിൾ ആയിരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് generally felt that rural area are good for locating large plants, semi-urban areas for locating medium-sized plants, and urban areas for small-scale plants. ഇത് എനിക്ക് തോന്നുന്നു ജനറൽ ക്വസ്റ്റ്യൻ, ഇല്ലെങ്കിൽ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ നോക്കും. റൂറൽ ഏരിയ എന്ന് പറയുന്നത് വലിയ പ്ലാന്റുകളൊക്കെ റൂറൽ ഏരിയ വളരെ നല്ലതാണ്. ഒരു മീഡിയം സൈസ് ആണെങ്കിൽ സെമി അർബനും, ചെറിയതാണെങ്കിൽ അർബൻ ഏരിയ ആണ് നല്ലതെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്, ലാർജ് ഏരിയ കിട്ടുമ്പോൾ ലാൻഡ് വളരെ കുറഞ്ഞ വിലയ്ക്ക് അത്യാവശ്യം നല്ല റിസോഴ്സോടുകൂടി അവിടെ കിട്ടും, നമുക്ക് റൂറൽ ഏരിയ കിട്ടും. അത് അങ്ങോട്ട് പോകും തോറും അതിൻ്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ മാറും തോറും ലാൻഡിൻ്റെ ഏരിയയും കൂടിക്കൊണ്ട് വരും, റിസോഴ്സിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ടും വരും. മനസ്സിലായില്ലേ, ആ ഒരു കോൺസെപ്റ്റാണ് ഒന്ന് ആലോചിച്ച് എഴുതാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് നമ്മൾ നോക്കിയപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന മാസ് പ്രൊഡക്ഷനാണ്, പിന്നെ ബാച്ച് പ്രൊഡക്ഷൻ, പിന്നെ പ്രൊഡക്റ്റും സർവീസും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും കണ്ടായിരുന്നു. പിന്നെ കുറച്ച് സിമ്പിൾ ബേസിക് കാര്യങ്ങൾ, ലാൻഡ് ലേഔട്ട് എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് പോലത്തെ കാര്യങ്ങൾ. ഈ മാസ് പ്രൊഡക്ഷനും ബാച്ച് പ്രൊഡക്ഷനും ഒന്ന് നോക്കുക. ഒരു കണ്ടിന്യൂസ് ഫ്ലോ പ്രോസസ്സ് എന്നും ഇൻ്റർമിറ്റൻറ്റ് ഫ്ലോ പ്രോസസ്സ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം. എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പറയാം, ഞാൻ വീഡിയോ ഇട്ടേക്കാം. ഓക്കെ, താങ്ക് യു.